ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ വീട്ടിലെ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ 3 ഡ്രിങ്ക്സാണ്. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചാമ്പക്കയുടെ ഒരു ജ്യൂസാണ്. ഇത് പിന്നെ ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണല്ലോ. അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു മിക്സി എടുക്കുക. എന്നിട്ട് ആ മിക്സിയിൽ ഒരു 7 ചാമ്പക്ക, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് 7 ചാമ്പക്ക എടുക്കുക. എന്നിട്ട് അതിൽ കുരു കളഞ്ഞ് നന്നായി കഴുകിയെടുത്തതാണ്. എന്നിട്ട് അതിൽ കുറച്ച് ആവശ്യത്തിന് ഇഞ്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുളി അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് നാരങ്ങയുടെ നീര് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട്, പുളി കൂടുതൽ വേണ്ടവർക്ക് അതിടാം. പിന്നെ ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പാകത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിനും നല്ലൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു പച്ചമുളക് എടുത്ത് 2ആയി കീറിയത് അതിന് മുകളിലൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കസ്കസ് മുന്നേ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. അത് നമ്മളൊന്ന് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനുമാണ്. നമുക്കത് വളരെ നല്ലതുമാണ്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചാമ്പക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വീട്ടിലുണ്ടാകുന്ന കറിവേപ്പില വെച്ചിട്ടുള്ളൊരു അടിപൊളി ജ്യൂസാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി, നേരത്തെ ഇട്ട പോലെ തന്നെ കുറച്ച് ഇഞ്ചി ചെറുതാക്കി നുറുക്കിയിട്ടിടാം. എന്നിട്ട് അതിൽ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളം, നനയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഇനി അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം, അത്യാവശ്യം നമുക്ക് ചൂടുകാലത്ത് കുടിക്കാൻ വേണ്ടി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് കസ്കസൊക്കെ മുകളിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ കറിവേപ്പില ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പലർക്കും അറിയുന്നുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നുള്ളത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തത് നമ്മളെ വീട്ടിലെ പച്ചമാങ്ങ വെച്ചിട്ടൊരു ജ്യൂസാണ്. ഇത് കുറച്ച് മൂത്ത മാങ്ങയാണ്, പച്ചയായാലും കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മൾ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരുവിധം എല്ലാ റെസിപ്പീസിലും നമ്മൾ ഇഞ്ചി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ തണുത്ത വെള്ളം, നേരത്തെ പോലെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മേക്ക് ചെയ്യാം. ഇനി നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചൊരു ഫ്ലേവറുമാണ്, കുറച്ച് എരി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് അതേപോലെ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് കസ്കസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മാങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി ജ്യൂസ് റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഈ 3 ജ്യൂസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെയധികം ടേസ്റ്റിയാണ്. കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്